ഹിപ്നോട്ടിസം പഠിച്ചാൽ, അത് ക്ലിനിക്കൽ ഹിപ്നോട്ടിസം പഠിച്ചാൽ എന്താണ് ഗുണം? ഒരു പൊതുവെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഹിപ്നോട്ടിസം സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊരു തെറ്റിദ്ധാരണ. ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ മാനിപ്പുലേറ്റഡ് ആകുമോ എന്നറിയാൻ നമ്മുടെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് സാധാരണ വരുന്നത് 95% വരുന്ന ഉപബോധ മനസ്സും 5% വരുന്ന ബോധ മനസ്സുമാണ്. ആ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്താണോ അത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉറപ്പായിട്ട് കയറിയിട്ടുണ്ടാകും. അതായത് ചെറുപ്പം മുതൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം തൊട്ട് 12 വയസ്സോളം പ്രായം വരെ അതിന് ഇമാജിനേഷനോ അങ്ങനെ ഒന്നുമില്ല. നമസ്കാരം. ഹിപ്നോട്ടിസം നമ്മൾ പലപ്പോഴും സ്റ്റേജുകളിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസായിട്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൂ. അതെ. അപ്പോൾ ആളുകളുടെ ഒരു വിചാരം ഹിപ്നോട്ടിസം എന്തോ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം മാത്രമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഹിപ്നോട്ടിസം ശരിക്കും ഒരു വ്യക്തി പഠിച്ചാൽ ഉണ്ടാകുന്ന കുറേ ഗുണങ്ങളുണ്ട്. അത് ഒരുപക്ഷെ മരിച്ചു പോയവരെ കാണിക്കുന്നത് ഉൾപ്പെടെ തൊട്ട് അത് ഏത് സൈഡിലാണ് കാണിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ആ വ്യക്തിയുടെ മാനസികമായ കാര്യങ്ങൾ, ഫാമിലി പരമായ കാര്യങ്ങൾ, ഒരു ഭാര്യയും ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്തികത്തിൻ്റെ ഇടയിൽ വരുന്ന സെക്ഷുവാലിറ്റി ഉള്ള കാര്യങ്ങൾ, കുട്ടികളുടെ പഠനം തൊട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങൾക്കും ഹിപ്നോട്ടിസം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ വ്യക്തികൾക്ക് തന്നെ അതൊരു പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ജിനു ജെയിംസ് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ വെൽക്കം. ഓക്കെ. ഒരു സാധാരണക്കാരൻ ഹിപ്നോട്ടിസം പഠിച്ചാൽ, അത് ക്ലിനിക്കൽ ഹിപ്നോട്ടിസം പഠിച്ചാൽ എന്താണ് ഗുണം? ഒരു പൊതുവെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഹിപ്നോട്ടിസം സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും അതല്ല. എല്ലാ മനുഷ്യരും ഹിപ്നോസിസ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം എസ്പെഷ്യലി ഒരു ഫാമിലി ലൈഫിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് മക്കളുണ്ടായിരിക്കാം, ഭാര്യയുണ്ട്. അപ്പോൾ ആ സോഷ്യൽ സിറ്റുവേഷനിൽ അയാൾ ജീവിച്ചു വരുമ്പോൾ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും അയാൾ മാനിപ്പുലേറ്റഡ് ആകാം. മറ്റുള്ളവർ ചിലപ്പോൾ പറഞ്ഞില്ലാതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാം, പ്രശ്നം ഉണ്ടാക്കാം. അത് കുടുംബത്തിലേക്ക് വലിച്ചുകൊണ്ട് വരാം, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാം. പല കുടുംബങ്ങളും തകർന്നു പോകണം. അങ്ങനെയല്ലേ? കറക്റ്റ്. മൂന്നാമതൊരാളുടെ ഇടപെടില്ല. ആ മൂന്നാമതൊരാൾ അമ്മയാവാം, അച്ഛനാവാം, കൂട്ടുകാരാവാം, കൂട്ടുകാരിമാരാവാം, കൂടെ ജോലി ചെയ്യുന്ന ആളുകളാവാം. എത്രയോ കുടുംബങ്ങളെ തകർന്നു പോകുന്നത് മാനിപ്പുലേഷൻ കിട്ടി. കറക്റ്റ്. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു സാധാരണക്കാരനാണെങ്കിലും മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളില്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് ശരിക്കും മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പെട്ടു പോകാതിരിക്കാൻ ഹിപ്നോസിസ് പഠിച്ചാൽ കൃത്യമായിട്ട് പറ്റും. അവർക്ക് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അവർക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. ഇത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് സംശയം വരും. അതെങ്ങനെയാണ് ഹിപ്നോട്ടിസം പഠിച്ചാൽ ഇതിനെല്ലാം തടയാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം വരും. എന്താണ് ഹിപ്നോട്ടിസം പഠിച്ചാലുണ്ടാകുന്ന ഗുണം? ഇതെങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഉപബോധ മനസ്സിലേക്കൊന്നും കയറത്തില്ല. റിപ്പീറ്റായിട്ട് ഒരു കാര്യം ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരാളെ കണ്ടു, അപ്പോൾ നമ്മുടെ അയൽവക്കാരനടിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പണിയാൻ തുടങ്ങുന്ന സമയത്തായിരിക്കാം, മക്കളുടെ കാര്യം പറഞ്ഞ സമയത്തായിരിക്കും. റിപ്പീറ്റായിട്ട് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു 3, 4, 5 തവണ പറയുമ്പോൾ ഇതിനെ എക്സ്പോഷർ എന്ന് പറയും. അപ്പോൾ അവരുടെ ഉപബോധ മനസ്സിലേക്ക് സാധനം കയറി ലോക്കാവും. അവർ പോലും അറിയില്ല. പിന്നീട് അവർ സംസാരിക്കുന്നത് പെരുമാറുന്നതല്ല ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും വീട്ടിൽ ചെന്ന് സംസാരിക്കുന്നതും മക്കളോട് പെരുമാറുന്നതും. ആറ്റിറ്റ്യൂഡ് ഭാര്യയോടടക്കം ആ ഒരു രീതിയിലേക്ക് വരാം, ഭാര്യയാണെങ്കിൽ ഭർത്താവിനോടും. അപ്പോൾ ഇതാണ് ആ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന സംഭവം. ഇങ്ങനെ നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആകും. അപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. റിപ്പീറ്റായിട്ട് ഒരു കാര്യം നമ്മളോട് തുടർച്ചയായിട്ട് ഒരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശമില്ലാതെ ഒരിക്കലും പറയില്ല എന്ന് തിരിച്ചറിവ് ഉണ്ടാകും എന്നുള്ളതാണ് ഹിപ്നോസിസ് കൊണ്ട് അവർ കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റും എങ്ങനെയാണ് അവർക്കറിയാം എങ്ങനെ അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പഠിക്കാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് അല്ലേ ഡീറ്റെയിൽ പറയും. ഒരു ടെക്നിക്കലുണ്ട്. സാധാരണ നമ്മൾ ഐ കോണ്ടാക്റ്റിലായിരിക്കും കൂടുതലും നമ്മൾ ഇത് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ മാനിപ്പുലേറ്റഡ് ആകുമോ എന്നറിയാൻ നമ്മുടെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാൻ പറ്റും, അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നോക്കിയാൽ അറിയാൻ പറ്റും, ബോഡിയിലെ ഗസ്റ്റേഴ്സ് അതായത് ബോഡി മൂവ്മെൻറ്റ്സ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് ഹിപ്നോസിസ് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ആ വ്യക്തിയുടെ സംസാരം, എങ്ങനെയൊക്കെ ഏത് വിധത്തിലാണ് നമ്മൾ മാനിപ്പുലേറ്റഡ് ആവുക എന്ന് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ഡൺ. കണ്ണ് അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, മൂവ്മെൻറ്റ്സ്, പിന്നെ സംസാരത്തിൻ്റെ ടോൺ. എനിക്ക് തോന്നുന്നു ഈ ഹിപ്നോട്ടിസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ് പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത്. അതെ, എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അല്ലല്ലോ യഥാർത്ഥത്തിൽ ഹിപ്നോട്ടിസം. അതാണ് തെറ്റിദ്ധാരണ. നമ്മളൊരു ഷോപ്പിംഗ് മോളിൽ കയറിയാൽ ഹിപ്നോട്ടൈസ്ഡ് ആണ്, നമുക്കൊന്നും ഓർമ്മയില്ല. ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആയി എന്നാളാണ് യാഥാർത്ഥ്യം. നമ്മൾ ഉപബോധ മനസ്സിനെ അക്സസ് ചെയ്യാന്ന് പറയും. നമുക്ക് സാധാരണ വരുന്നത് 95% വരുന്ന ഉപബോധ മനസ്സും 5% വരുന്ന ബോധ മനസ്സുമാണ്.
അത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ കയറും. അത് പണി അറിയാവുന്നവരാണെങ്കിൽ, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇവർ അറിഞ്ഞുകൊണ്ടാണോ ചെയ്യണമെന്ന് അറിയത്തില്ല. റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ ഒരു വ്യക്തിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് അറിയാതിരിക്കാം. അതുകൊണ്ടാണ് പലരും മാനിപ്പുലേറ്റഡ് ആകുന്നതും കുടുംബം മൊത്തം തകരുന്നതും. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഒരു കാരണവുമില്ലാതെ വീട്ടിൽ കൊണ്ടുവന്ന പ്രശ്നം ഉണ്ടാകും. കുറേ കഴിയുമ്പോഴായിരിക്കും ഭാര്യയ്ക്കും അറിയില്ല, ഭർത്താവിനും അറിയില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിപ്നോട്ടിസം പഠിച്ചാൽ, അത് നിങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിച്ചാൽ, അത് പഠിപ്പിക്കുന്ന ആരാണോ നിങ്ങളെ ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്നത്, ആ പഠിപ്പിക്കുന്ന ആളുടെ സർട്ടിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ പറ്റും. പലപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം ഒരു ക്ലിനിക്കൽ സാധനം ഉണ്ടെന്ന് കരുതി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇപ്പോൾ പല ആളുകൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്താ, ഒരു സൈക്കോളജി എടുക്കും, 6 മാസം കൊണ്ട് സൈക്കോളജി കോഴ്സ് ഒക്കെ കിട്ടും. 6 മാസം 3 മാസം കൊണ്ട് സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യും. ഇവർ എവിടെയെങ്കിലും പോയി ഒരു കോഴ്സ് പഠിക്കും, എന്നിട്ട് ഈ കോഴ്സ് എടുത്തിട്ട് ഇവർ സെല്ല് ചെയ്യും. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും ഇവർ ഭയങ്കര ക്വാളിഫൈഡ് ആണ്. അല്ല, ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റിക്ക് അതിനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇത് പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ട് മെഡിക്കൽ പർപ്പസിന് നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ ചോദിക്കാം, എന്താണ് ശരിക്കും ആ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇത് ഏതെല്ലാം രാജ്യങ്ങളിലാണ് അംഗീകരിച്ചിരിക്കുന്നത്, ഇത് എങ്ങനെയാണ് മെഡിക്കൽ കണ്ടീഷനിലോട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു വരുവാണെങ്കിൽ ഇന്ത്യയിൽ വന്ന് 2003 അപ്പോൾ അതിന് യൂറോപ്യൻ കൺട്രീസിലെ US ആണെങ്കിലും UK ആണെങ്കിലും ഓസ്ട്രേലിയ, കാനഡ അങ്ങനെയുള്ള ഡെവലപ്ഡ് നേഷൻസിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഹിപ്നോസിസ് പ്ലസ് CBT എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇത് CBT എന്ന് പറയും. CBT എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടാണ് ശരിക്കും ക്ലിനിക്കൽ സൈഡിൽ തെറാപ്യൂട്ടിക്കൽ സെറ്റപ്പിൽ, അതായത് തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് പ്രാക്ടീസസ് കൊടുക്കുന്നത്. ഇന്ത്യയിലാണെങ്കിലും ഇതേപോലെ തന്നെ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളില്ല, നമുക്ക് ആ ഒരു ഗ്രേഡിൽ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് 2003 ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്രോപ്പർലി ഗൈഡഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തെറാപ്പി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സംഭവം. അപ്പോൾ അത് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ഫീൽഡാണ്. നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിനെ നമ്മൾ അയാളുടെ മനസ്സിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഇവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഗൈഡറായിട്ട് ട്രെയിൻഡ് അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ജിനുബ്രോൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്താ ക്ലിനിക്കൽ സൈഡിൽ? ഞാൻ നോക്കുമ്പോൾ ഇത് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിയിൽ ശരിക്കും USA അമേരിക്കൻ ഹിപ്നോട്ടിക് അസോസിയേഷൻ്റെ സർട്ടിഫൈഡ് ആണ്. അത് തെറാപ്യൂട്ടിക്കൽ ഹിപ്നോസിസിനുള്ളത്. പിന്നെ UK കോളേജ് ഓഫ് ഹിപ്നോസിസ് ആൻഡ് ഹിപ്നോതെറാപ്പി. പിന്നെ GHR രജിസ്ട്രേഷൻ എന്ന് പറയും. GHR എന്ന് വെച്ചിട്ടുള്ള ജനറൽ ഹിപ്നോതെറാപ്പി രജിസ്റ്റർ. അപ്പോൾ അതിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ജിനു ജെയിംസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. ആ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരു ക്വാളിഫൈഡ് ആയിട്ട് പ്രാക്ടീസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ GHSC രജിസ്ട്രേഷൻ എന്ന് പറയും. ഇത് രണ്ടിൻ്റെയും കീഴിൽ വന്നാൽ മാത്രമേ ശരിക്കും നമുക്കൊരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. എങ്കിലേ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളല്ലാതെ വെറുതെ ട്രെയിനിങ് കൊടുത്തൊരു സർട്ടിഫിക്കറ്റും കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വർത്ത്. അതെ, ഇതെന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഞാൻ നേരിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആൾ ക്വാളിഫൈഡ് ആണോ എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇതെന്തുകൊണ്ടാണ് പറയാൻ കാണുന്നറിയുമോ, ഇവിടെ കാണുന്ന പല ആളുകളും മരിച്ചുപോയ ആളുകളെ കാണിച്ച് എന്തോ ഈ മയങ്ങി വീഴുന്ന ഇതൊക്കെ കാണിച്ച് ഇതാണ് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞ് പരുത്തി വെച്ചേക്കാം, ആളുകളെ വിശ്വസിപ്പിച്ച് വെച്ചേക്കാം. ഇത് ഹിപ്നോട്ടിസത്തിന്റെ ഒരു ശതമാനം മാത്രമാണ്. ക്ലിനിക്കൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള, കൃത്യം പ്രോപ്പർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഒരു ABCD പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ ആളുകളെ മയക്കി വീഴ്ത്തുക, അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളെ കാണുക, ജ്യൂസ് വെള്ളമാക്കുക, ഇതെല്ലാം ഹിപ്നോട്ടിസം എന്ന് പറയുന്ന മേഖലയുടെ ഒരു എന്റർടൈൻമെന്റ് സൈഡ് മാത്രം. അത് നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു മറ്റുള്ളവരെ സഹായിക്കാനും പറ്റൂല, നിങ്ങൾക്കൊന്നുമില്ല. നമുക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടി കാണിക്കാനും നിങ്ങൾക്കത് പഠിക്കാം. അപ്പോൾ പല ആളുകളും നമ്മൾ അങ്ങനെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ലല്ലോ ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ ഒരു അടുത്ത ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം കിട്ടാതെ പോയ എന്നാൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഈ സോഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവർക്ക് ഭയമാണ്. ഒരു ക്ലിനിക്കൽ ഹിപ്നോട്ടിസം പഠിക്കുക, അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കുക, ഇതെല്ലാം അവർക്കൊരു ഭയമാണ്. വിദ്യാഭ്യാസം കുറവുള്ള ആളുകൾക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും? റോജിനകത്ത് വിദ്യാഭ്യാസം വേണോ എന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം വേണ്ട എന്നുള്ളതല്ല കൺസേൺ, വ്യക്തിയുടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഇത് അറിഞ്ഞിരിക്കണം എന്ന് പറയാൻ കാരണം, പേരൻസ് ആണെങ്കിൽ ഇത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വരുന്ന മിക്ക പേരൻസിനും അറിയില്ല, ഇവർ പോലും അറിയാതെ ഇവരുടെ കുഞ്ഞുങ്ങൾ ഇവർ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നെഗറ്റീവ് രീതിയിലാണ് കൊടുക്കുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങൾ അറിയാതെ അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഏജ് കഴിയുമ്പോഴേക്കും വല്ലാത്ത വയലൻ്റ് ആകുന്ന കുട്ടികളുണ്ട്. ഇതിൻ്റെയൊക്കെ കോസേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് പേരൻസ് തന്നെയാണ്. അപ്പോൾ അവർ അറിയാതെ തന്നെ ഈ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ ഹിപ്നോട്ടൈസ്ഡ് ആണ്. അതിന് ഹിപ്നോട്ടിക് സജഷൻസ് എന്ന് പറയും.
അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അങ്ങനെ കൊടുക്കില്ല അവർ. അത് തിരിച്ച് കൊടുക്കാൻ പറ്റും. അത് അവരെ കൃത്യമായിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ അവർ കുഞ്ഞുങ്ങളെ തിരിച്ച് അവരെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പേരൻസിനെ പറ്റുള്ളൂ. ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എൻ്റെ ചേഞ്ചാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും അവരുടെ സെക്ഷൽ തോട്ട്സും അവർ സോഷ്യലായിട്ട് മറ്റുള്ളവർ പെരുമാറുന്നത് എൻ്റെ ഡിഫറെൻറ്റാണ്. ഇവരിതിങ്ങനെ കാണിക്കുമ്പോൾ പല പാരൻസിനും ഇതെങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാൻ പാടില്ല, ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്യുന്ന അറിയാൻ പാടില്ല. ഇവർ ന്യൂ ജനറേഷൻ കുട്ടികളാണല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ടൊക്കെ ഇപ്പോഴത്തെ പാരൻസ് എത്തി തുടങ്ങി. ആഫ്റ്റർ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇമോഷണലി ഇപ്പം എന്നെ കാണാൻ വരുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇമോഷണലി ഒരു കണക്റ്റഡും ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നു ഈ സ്വന്തം കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും അവരുടെ തോട്ട്സ് മനസ്സിലാക്കാനും അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇത് പഠിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അവർക്കൊരു മനസ്സിലാവും അവർക്ക്, ഓക്കെ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലിയുടെ അകത്ത് എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളിൽ എന്താ നടക്കുന്നത്, ശരിയല്ലേ? അതിനകത്തൊരു കാര്യം പറയാൻ വെച്ചാൽ പേരൻസ് പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഒരു കുട്ടി അവൻ്റെ ബാല്യകാലത്തിലെ മിക്ക സമയവും സ്പെൻഡ് ചെയ്യുന്ന പേരൻസിൻ്റെ കൂടെയാണ്. ആ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്താണോ അത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉറപ്പായിട്ട് കയറിയിട്ടുണ്ടാകും. അതായത് ചെറുപ്പം മുതൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം തൊട്ട് 12 വയസ്സോളം പ്രായം വരെ അതിന് ഇമാജിനേഷനോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അത് എന്താണോ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത്, പേരൻസ് പറഞ്ഞു കൊടുക്കുന്നത്, പേരൻസിൽ നിന്ന് കിട്ടുന്നത്, അതിൻ്റെ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്, അത് കറക്റ്റായിട്ട് ഉപബോധ മനസ്സിൽ കയറി അത് ലോക്കായിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അതിനറിയില്ല. ഇല്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണല്ലോ അതിന് കുഞ്ഞുങ്ങൾ നമ്മൾ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പേരൻസിന് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെയുള്ള രീതിയിലാണ് കുഞ്ഞുങ്ങൾ തിരിച്ച് കൊണ്ടുവരണമെന്ന് അറിയാമെങ്കിൽ, അവർ ട്രെയിൻഡ് ആണെങ്കിൽ ഒരിക്കലും ഒരു കുഞ്ഞും ഒരു രീതിയിലും മാറിപ്പോവില്ല. അതെ. അപ്പോൾ ഹിപ്നോട്ടിസം നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു അച്ഛൻ പാരൻറ്റിങ്ങിൻ്റെ ഭാഗത്തും മറ്റ് പല കാര്യങ്ങളിലാണ് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഹിപ്നോട്ടിസം വേറെ ഒരുപാട് മേഖലകളിൽ ഉള്ള കാര്യമാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് എന്താണെന്ന്. ഇനി അടുത്തൊരു മേഖലയാണ് ഈ കടബാധ്യത, സാമ്പത്തിക പ്രശ്നം. രണ്ട് രീതിയിൽ സാമ്പത്തിക പ്രശ്നം വരുന്നതിന്, ഒന്ന് എനർജി ബേസിൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, അത് നമുക്ക് മറ്റു രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എനർജി രൂപത്തിൽ വരുന്ന നെഗറ്റീവ് ഇഷ്യൂസ് ഒക്കെ അത് മറ്റൊരു സൈഡാണ്. ഇനി ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ സൈഡ് ഉണ്ടല്ലോ, അതായത് ഹിപ്നോട്ടിസത്തിൽ എങ്ങനെയാണ് നമുക്ക് ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പൈസ ഒരുപാട് തകർന്ന് തരിപ്പണമായി എന്ത് ബിസിനസ് ചെയ്താലും സക്സസ്ഫുൾ ആവാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഈ വ്യക്തിക്ക് ജിനുബ്രോന്റെ കീഴിൽ വന്നൊരു ഹിപ്നോട്ടിസം കോഴ്സ് പഠിച്ചാൽ എന്തായിരിക്കും മാറ്റങ്ങൾ വരുന്നത്, എന്താണ് അതിനകത്ത് വരുന്ന വ്യത്യാസം? ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബാലൻസിങ് എന്ന് പറയുന്നത് മൈൻഡാണ്. മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതാണ് അവരുടെ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. മിക്ക ആളുകളുടെ ലൈഫിൽ ഇപ്പോൾ ഫൈനാൻഷ്യൽ പ്രശ്നമുള്ള ആളുകൾ അവർ ചെറുപ്പം മുതലേ അനുഭവിച്ചു വന്നിരിക്കുന്ന ഫൈനാൻഷ്യൽ ഇഷ്യൂസ് അവരുടെ മനസ്സിലുണ്ടാവും. ചിലപ്പോൾ ചെറുപ്പത്തിലെ സാമ്പത്തികമായിട്ട് പരാധീനതയുള്ള കുടുംബത്തിൽ വളർന്നതായിരിക്കാം, പല ബിസിനസ് ചെയ്തിട്ടുണ്ടാകും, പല സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്, കൃഷി നശിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അവിടെ മനസ്സിലേക്ക് ചെല്ലുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇത് എന്നെ കൊണ്ട് പറ്റില്ല. ആ തോട്ട് മനസ്സിൽ കയറിയാൽ മതി, പിന്നീട് ഒരു ഭയമായിട്ട് അത് കയറും. പിന്നെ അവർ എന്ത് ചെയ്താലും ഫൈനാൻസ് എന്ന് പറയുന്ന സംഭവം ബുദ്ധിമുട്ടിലേക്ക് വരും. കിടന്നുറങ്ങുമ്പോൾ നേരം വെളുത്ത് എഴുന്നേറ്റിട്ടുള്ള അടുത്ത ദിവസം കടം എങ്ങനെ തീർക്കണമെന്നോർത്തായിരിക്കും കിടന്നുറങ്ങുക. നേരം വെളുക്കുമ്പോൾ വീണ്ടും ആ ടെൻഷൻ കയറി വരും. അപ്പോൾ ഈ കിടന്നുറങ്ങുന്ന സമയത്ത് ഇവർ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് മുഴുവനും പണം എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രശ്നമുള്ള സംഭവമാണെന്നുള്ള ചിന്ത വെച്ചിട്ടാണ്. അപ്പോൾ അത് തന്നെയാണ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് അവർ പോകുമ്പോൾ ഫൈനാൻസ് വീണ്ടും തകരാനുള്ള കാരണം. റിപ്പീറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പേടിയാണ് 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 പേടിയാണ്. അപ്പോൾ ആ തോട്ട് പ്രോസസ്സാണ് നമ്മൾ ഹിപ്നോസിൽ ചേഞ്ച് ആകുമ്പോഴേക്കും അവരുടെ മനസ്സ് ഫ്രീ ആവും. അപ്പോൾ പിന്നെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ എക്സ്പോഷർ എന്ന് പറയും, എക്സ്പോഷർ തെറാപ്പി. അതായത് ഈ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പ്ലേസ് ചെയ്തിട്ട് 3, 4, 5 തവണ റിപ്പീറ്റ് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസ് ചേഞ്ച് ആവും. അത് പുതിയ ഇൻഫർമേഷൻ. പണ്ട് പഠിച്ചു വെച്ചിരിക്കുന്ന എന്താണ്, അത് വേറെ ന്യൂറോൺ കണക്ഷനാണ്. തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ടാവും, അത് നമ്മുടെ തലച്ചോറിനകത്ത് കയറി ലോക്കായിട്ടുണ്ട്. ഇതേപോലെ തന്നെ പുതിയ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ പഴയതിനെ മാറ്റിയിട്ട് പുതിയത് പ്ലേസ് ചെയ്യും. അപ്പോൾ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. മനസ്സ് പഠിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ എന്ത് കാര്യം അവർ ചെയ്താലും വിജയിക്കും. സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എത്ര എക്സാമ്പിൾസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതെ, പലപ്പോഴും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പലപ്പോഴും ആൾക്കും അറിയില്ല, ഈ നിരന്തരം തോൽവികളും പരാജയങ്ങളും സംഭവിക്കുമ്പോഴാണല്ലോ പലപ്പോഴും ജീവിതം മടുത്തു പോകുന്നതും കുടുംബപരമായിട്ട് ഇഷ്യൂ വരുന്നതും റിലേഷൻഷിപ്പും സോഷ്യലും ഈ ആളുകളും മദ്യപാനത്തിലോട്ടൊക്കെ പോകുന്നത്. കുറേ ബിസിനസ് ചെയ്യും, ഇവർ തകർന്ന് തരിപ്പണമായി പോകും. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോപ്പർ ബിസിനസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഒരു ബിസിനസ്സുകാരൻ വരുന്നു, മോട്ടിവേഷൻ കൊടുക്കുന്നു,
എന്നിട്ട് ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഹായ് അടിപൊളിയാണെന്ന് തോന്നുന്നു, ഒരു എന്താ പറയുക ഒരു സ്ഥാപനത്തിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ചെല്ലുന്നു, അവിടെ ജോലിക്കാരെ നിർത്തുന്നു, മോട്ടിവേഷൻ കൊടുക്കുന്നു.